all, welcome to Study with PSC. 2025 PSC ചോദിച്ച കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഇന്ന് essay എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. സ്റ്റഡി വിത്ത് PSC ഒക്ടോബറിൽ നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് വേണ്ടി ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 10 തീയതി മുതലാണ് ക്ലാസ് തുടങ്ങുന്നത്. കോഴ്സ് ഫീ 100 രൂപയാണ്. ചെറിയൊരു ഫീസാണ്, 100 രൂപയേ ഉള്ളൂ. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ഡി വി ശിവൻകുട്ടി. കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആര്? ഓപ്ഷൻ സി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ഓപ്ഷൻ ബി NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവനാണ്. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി കിരൺ റിജിജു. തന്നിട്ടുള്ളവയിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. ഓപ്ഷൻ എ പത്മ സുബ്രഹ്മണ്യം. പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം. ഓപ്ഷൻ ഡി 3 സൗദി അറേബ്യ. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ 3 നൈജീരിയ. 2024 ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100ാം വാർഷികമാണ് ആഘോഷിച്ചത്? വൈക്കം സത്യാഗ്രഹം. 2024 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികമാണ് ആഘോഷിച്ചത്. മുണ്ട കലാപം നയിച്ച ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ഏത് ദിവസമായാണ് ഇന്ത്യയിൽ ഇപ്പോൾ ആചരിക്കുന്നത്? ഓപ്ഷൻ ബി ജൻജാതീയ ഗൗരവ് ദിവസ്. മുണ്ട കലാപം നയിച്ച ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസായിട്ടാണ് ആചരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏത്? ഓപ്ഷൻ ഡി വിഴിഞ്ഞം. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം വിഴിഞ്ഞമാണ്. 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആര്? ഓപ്ഷൻ എ കാർലോസ് അൽക്കാരസ്. 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. ഓപ്ഷൻ ഡി എല്ലാം ശരി. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം, അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം,
ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ? 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം, അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? ഓപ്ഷൻ എ സ്പേസ് എക്സ്. MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏത്? ഓപ്ഷൻ സി പത്മവിഭൂഷൺ. MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി പത്മവിഭൂഷൺ. ഇസ്രയേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ പേര് എന്താണ്? ഓപ്ഷൻ ഡി ഓപ്പറേഷൻ അജയ്. ഇസ്രയേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ അജയ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? ഓപ്ഷൻ ബി ചെനാബ് പാലം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ചെനാബ് പാലം. 2023 രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ഏത്? ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ്. 2023 രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ക്വാണ്ടം ഡോട്ട്സ്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാം ഡി ഓർഡർ പുരസ്കാരം നേടിയ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് സംവിധാനം ചെയ്ത ഇറാനിയൻ സംവിധായകൻ ജാഫർ പനാഹി. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാം ഡി ഓർഡർ പുരസ്കാരം നേടിയ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് സംവിധാനം ചെയ്ത ഇറാനിയൻ സംവിധായകൻ ജാഫർ പനാഹി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വ്യോമനട്ട് ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വ്യോമനട്ട് ശുഭാംശു ശുക്ല. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായ ആദ്യ വനിത? ഓപ്ഷൻ സി PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റായ ആദ്യ വനിത PT ഉഷ. ഇന്ത്യൻ അതിർത്തികളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിന് ഇസ്രോ ISRO അയച്ച ഉപഗ്രഹം? ഓപ്ഷൻ എ റിസാറ്റ് 1B. ഇന്ത്യൻ അതിർത്തികളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിന് ഇസ്രോ ISRO അയച്ച ഉപഗ്രഹം റിസാറ്റ് 1B. ഫുട്ബോളിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം? ഓപ്ഷൻ സി സുനിൽ ഛേത്രി. ഫുട്ബോളിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം സുനിൽ ഛേത്രി. 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഓപ്ഷൻ ബി തളിപ്പറമ്പ്. ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? ഓപ്ഷൻ സി ചിറ്റയം ഗോപകുമാർ. ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്താണ്? ഓപ്ഷൻ സി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മാതാവ്. 2024 റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്താണ്? ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മാതാവ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ? ഓപ്ഷൻ എ സുമൻ ബെറി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ
സുമൻ ബെറി. സ്ലിം മിഷൻ ഏതു രാജ്യത്തിന്റെ ചാന്ദ്ര ദൗത്യമാണ്? ഓപ്ഷൻ ബി ജപ്പാൻ. 2025 കബഡി ലോകകപ്പ് വേദി ഏത്? ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്. 2025 കബഡി ലോകകപ്പ് വേദി ഇംഗ്ലണ്ട്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി? ഓപ്ഷൻ ഡി ബാനു മുഷ്താഖ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ്. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആര്? ഓപ്ഷൻ ബി മുരളി ചീരോത്ത്. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മുരളി ചീരോത്ത്. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര്? ഓപ്ഷൻ എ നവദീപ് സിംഗ്. സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ഓപ്ഷൻ സി ആദിത്യ L1. സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ആദിത്യ L1. എവിടെയാണ് കൃഷിവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ഓപ്ഷൻ എ ആനയറ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ്? ഓപ്ഷൻ എ ഷാജഹാൻ. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആര്? ഓപ്ഷൻ സി സുമൻ ബേരി. താഴെ കൊടുത്തിരിക്കുന്ന ഏത് സംഭവത്തിന്റെ 100ാം വാർഷികമായിരുന്നു? ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ ഡി ജൂലൈ 1, 2024. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് ജൂലൈ 1, 2024. കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 2, 3 എന്നിവ ശരിയാണ്. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. കൽപ്പറ്റ നാരായണനാണ് മികച്ച കവിതയ്ക്കുള്ള 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. എസ് സോമനാഥ്, ഭുവനേശ്വരി എന്നിവർക്കാണ് 2024 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. ഓർത്തുവെക്കുക, 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. ഇത് ഓർത്തുവെക്കുക. ആരാണ് സംസ്ഥാന സ്കൂൾ കായിക മേളയുടെ ബ്രാൻഡ് അംബാസിഡർ? ഓപ്ഷൻ സി PR ശ്രീജേഷ്. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി? ഓപ്ഷൻ ഡി ഗായത്രി സ്പിവാക്ക്. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ഗായത്രി സ്പിവാക്ക്. ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ. ഓപ്പറേഷൻ അമൃത് പദ്ധതി ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ. ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുന്നത്. ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടിയെടുക്കുന്നത്. നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വമെടുത്ത രാജ്യം? ഓപ്ഷൻ ഡി സ്വീഡൻ.
നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വമെടുത്ത രാജ്യം സ്വീഡൻ. പ്രധാനമന്ത്രി പങ്കെടുത്ത പേ ചർച്ചയുടെ 8ാം പതിപ്പിൽ ഹിന്ദിയിൽ കവിത ചൊല്ലി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ ആകർഷിച്ച മലയാളി വിദ്യാർത്ഥി ആരായിരുന്നു? ഓപ്ഷൻ സി ആകാംക്ഷ അശോക്. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത പേ ചർച്ചയുടെ 8ാം പതിപ്പിൽ ഹിന്ദിയിൽ കവിത ചൊല്ലി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയാകർഷിച്ച മലയാളി വിദ്യാർത്ഥി ആകാംക്ഷ അശോക്. 25 ഫെബ്രുവരിയിൽ ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസ് അത്ലറ്റിക്സിൽ പോൾ വോൾട്ടിൽ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ച 19 വയസ്സുകാരൻ ആരായിരുന്നു? ഓപ്ഷൻ സി ദേവ്കുമാർ വീണ. 2025 ടൂറിസം നികുതി ഏർപ്പെടുത്തിയ രാജ്യം? ഓപ്ഷൻ ബി റഷ്യ. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ ഡി കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം? ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏത്? ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞതെല്ലാം. കാങ്കർവാലി ദേശീയ ഉദ്യാനം, മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ, ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ. ൽ നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരായിരുന്നു? ഓപ്ഷൻ ബി വിഘ്നേഷ് പുത്തൂർ. 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി ഡേവിഡ് ബേക്കർ. ഏതു സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? ഓപ്ഷൻ എ IUCN. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ? ഓപ്ഷൻ ഡി അജയ് ബംഗ. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ അജയ് ബംഗ. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി പെരുമ്പടവം ശ്രീധരൻ. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആര്? ഓപ്ഷൻ എ വിക്രം മിസ്രി. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിന്റെ പേര് എന്താണ്? ഓപ്ഷൻ സി BR ഗവായി. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് BR ഗവായി. അതായത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി ആണ്. ഓർത്തു വെക്കുക, ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി? ഓപ്ഷൻ ബി A ജയതിലക്. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി A ജയതിലക്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിനു തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷൻ നടപടിയുടെ പേര്? ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാമിലെ ഭീകരാക്രമണത്തിനു തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ സിന്ദൂർ. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്?
ഓപ്ഷൻ ബി നൃത്തം. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? നൃത്തം. ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആര്? ഓപ്ഷൻ എ വിക്രം മിശ്രി. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? ഓപ്ഷൻ ഡി ന്യൂഡൽഹി. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ എ മാധവ് ഗാഡ്ഗിൽ. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ ഡി കെ അരവിന്ദാക്ഷൻ. 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം? ഓപ്ഷൻ ഡി ലാഹോർ. 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരം ആതിഥേയത്വം വഹിക്കും? ഓപ്ഷൻ സി ലോസ് ഏഞ്ചൽസ്. 2028 സമ്മർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ലോസ് ഏഞ്ചൽസ്. റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഓപ്ഷൻ എ സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ ബി അജയ് ബംഗ. ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ്? ഓപ്ഷൻ സി PR ശ്രീജേഷ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം PR ശ്രീജേഷ്. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ ബി പൃഥ്വിരാജ്. ISROയുടെ ആദ്യ സൗരദൗത്യം? ഓപ്ഷൻ സി ആദിത്യ L1. സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി മട്ടന്നൂർ ശങ്കരൻകുട്ടി. അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്? ഓപ്ഷൻ എ 2025 മെയ് 2. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്? ഓപ്ഷൻ ഡി JD വാൻസ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. അമേരിക്കൻ പ്രസിഡന്റ് നിലവിൽ ഡൊണാൾഡ് ട്രംപാണ്. ഓർത്തു വയ്ക്കുക, നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? ഓപ്ഷൻ എ ഡോക്ടർ വി നാരായണൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ വി നാരായണൻ. 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഓപ്ഷൻ എ സൗദി അറേബ്യ. ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം? മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണിത്. 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഓപ്ഷൻ സി ചലച്ചിത്ര രംഗം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ഡി സാറ ജോസഫ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്